നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരം, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അത് വി.ഡി. സതീശനാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് AICC അപ്പാടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പേര് മാറ്റാനായി, പക്ഷേ ഇല്ല, ജനങ്ങൾക്ക് വേണ്ടത് വി.ഡി. സതീശനെയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തായാലും നമുക്ക് വി.ഡി. സതീശനെ ഒപ്പം നിന്ന് മത്സരിക്കാൻ, അല്ലെങ്കിൽ ആ റേസിൽ കൂടെ നിന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും, രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇല്ല. നാളെ മലയാള മാസം 1-ാം തീയതിയാണ്. സാധാരണ ഗുരുവായൂരിൽ പോയി തൊഴുതു വരുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നുള്ള അറിവ് വന്നതിന് പിന്നാലെ തന്നെ ചെന്നിത്തല വഴുതക്കാട് വീട് വിട്ട് നേരെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ ഈ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. പക്ഷെ അതിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് കടുത്ത അതൃപ്തിയുള്ളത്. മാത്രമല്ല, ക്യാബിനറ്റിൽ, അതായത് മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല തൽക്കാലമില്ല. താൻ ഒരു MLA ആയി മാത്രം തുടർന്നുകൊള്ളാം എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. അതായത് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗമില്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിയാകാൻ തൽക്കാലം താല്പര്യമില്ല, അതും വി.ഡി. സതീശന്റെ കീഴിൽ ഒരു മന്ത്രിസഭയിലേക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ AICC രാഹുൽ ഗാന്ധിയും എല്ലാവരും തന്നെ ഒരുപാട് അന്വയിപ്പിക്കുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന ഒരു തീരുമാനത്തിലേക്കും, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു യോഗത്തിലും എന്തായാലും രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, 102 സീറ്റുകളോടുകൂടി കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഈ KPCCയിൽ വി.ഡി. സതീശൻ മാത്രമല്ലായിരുന്നു, KC ഉണ്ടായിരുന്നു അവിടെ. അതുമാത്രമല്ല, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അങ്ങനെ KCയും രമേശ് ചെന്നിത്തലയും RSയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ വി.ഡി. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് KPCCയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രിയായി KPCCയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആരും തന്നെ, അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കന്മാരാരും തന്നെ ഇല്ല. KCയോട് ഇപ്പോൾ വി.ഡി. സതീശനൊപ്പം ഉള്ളത് VT ബൽറാമാണ്. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പോലും KC പക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാലോട് രവി, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ മാത്രമാണ് ഇപ്പോൾ വി.ഡി. സതീശനോടൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ശക്തമായി തന്നെ VDSന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് VDS ആയതുകൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചായ്വ്, അല്ലെങ്കിൽ ആ കാറ്റ് വി.ഡി. സതീശനാണ് എന്ന് ഉറച്ച ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്തായാലും മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന് പറയേണ്ടി വരും. എന്തായാലും മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രിമാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അതുപോലെ തന്നെ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിരുന്നത്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ KC പക്ഷത്തിൽ നിന്നും 8ഓളം മന്ത്രിമാരെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സതീശൻ അതിലൊരു അയവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. സതീശൻ ഏതായാലും സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുന്നില്ലെങ്കിൽ ചുമക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. അതായത് അദ്ദേഹത്തിന് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ, ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിൽ തിരുവനന്തപുരം പോലും വിടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്.